ഹലോ ഫ്രണ്ട്സ്, മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റ് ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ 60 ഇഞ്ചിലുള്ള ഷാൾ നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത് 56 സൈസിലുള്ള ഷാൾ നൈറ്റിയാണ്. പക്ഷേ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു 2 സെറ്റുകൾ നമ്മൾ 60 സൈസിൻ്റെ ഷാൾ നൈറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ വാട്സപ്പിൽ നേരെ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഞാൻ എടുക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഒന്നാമത് ഭയങ്കര തിരക്കാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലുണ്ട്. കാരണം ഒന്നാമത് റീറ്റെയിൽ കച്ചവടമുണ്ട്, അതുപോലെ തന്നെ ഹോൾസെയിലുള്ള കച്ചവടം റീസെല്ലേഴ്സ്. ഈ റീസെല്ലേഴ്സിനാണ് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റാറ്റസ് വെച്ച് സാധനം എത്തുമ്പോഴത്തേക്കും സാധനം സെയിലായി പോവുകയാണ്. അപ്പം അങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത്. അതായത് 5 നൈറ്റി എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് തരാമെന്നുള്ളൊരു ഓഫർ വെച്ചിരിക്കുന്നത് റീസെല്ലേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അത് വരുമ്പോഴേക്കിനും ഒരുപാട് ടൈം എടുക്കും. അതിന് പകരം നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ആൾക്കാർക്ക്, പിന്നെ ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് അടുത്ത ആൾക്കാർക്ക് കൊടുക്കായിരുന്നു. ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഒരാൾ സെലക്ട് ചെയ്ത നൈറ്റി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരാൾക്ക് കിട്ടൂല. അങ്ങനെയൊക്കെ ഭയങ്കര കംപ്ലയിൻസ് വരുന്നുണ്ട്. കാരണം ഒന്നാമതിപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നമുക്ക് മാറ്റി വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അറിയാലോ. പിന്നെ അതുപോലെ തന്നെ ഈ കാണിക്കുന്ന എല്ലാം 56 സൈസിൽ തന്നെയാണ് കേട്ടോ. ഇത് ഒരു പ്ലെയിൻ മോഡലാണ് വരുന്നത്. നൈറ്റി പ്ലെയിൻ ആയിട്ട് കഴുത്തിൽ മാത്രം വർക്ക് വന്നിട്ട്, അതുപോലെ തന്നെ ഷാളിൽ മൊത്തത്തിൽ വർക്ക് വന്നിട്ടുള്ള മോഡലാണ്. ഒരുപാട് പേര് പ്ലെയിൻ നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാളും പ്ലെയിൻ ആയിട്ട് വരണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാൾ പ്ലെയിൻ അല്ല, ഷാൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ വർക്ക് വരുന്ന ഡിസൈനിങ് ആണ്. പക്ഷേ നൈറ്റി മൊത്തത്തിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ. 48 എടുത്തുണ്ട്. സ്ലീവ് 14 ഇഞ്ച് വരുന്നുണ്ട്. ചില സ്ലീവിന് 14 കൂടുതലും ഉണ്ട് കേട്ടോ. അതുപോലെ 56 സൈസിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നല്ല അടിപൊളി നൈറ്റുകളാണ് കേട്ടോ. നല്ല പ്യൂർ കോട്ടൺ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ തന്നെയാണ് കേട്ടോ. പ്രിൻറ്റ് ടൈപ്പ് തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത് തിരക്കായതുകൊണ്ടാണ് മെസ്സേജ് ഒന്നും എടുത്തു നോക്കാൻ പറ്റാത്തത്. കാരണം ഒരുപാട് പേര് ചീത്ത വരെ വിളിക്കുന്നുണ്ട്. അപ്പം പേഴ്സണലായിട്ട് വന്നിട്ടാണെങ്കിലും നിങ്ങൾ മെസ്സേജ് എടുത്ത് നോക്കുന്നില്ല, നിങ്ങൾക്ക് ഈ പരിപാടിക്ക് നിൽക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇറ്റ്സ് നോട്ട് പ്രോബ്ലം. പക്ഷേ നാളെ പറഞ്ഞ പോലെ തന്നെ, വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ, നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളും മനുഷ്യനല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഒന്നാമത് ഭയങ്കര തിരക്കായതുകൊണ്ടാണ്. കാരണം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീസെല്ലേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കായാലും അറിയാൻ പറ്റും, അതുപോലെ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റും. പക്ഷേ അവർ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരുടെ കസ്റ്റമേഴ്സായാലും അവർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നമ്മളെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഒരു മാക്സിമം നമ്മൾ റിപ്ലൈ തരാൻ നോക്കും. റിപ്ലൈ തരാൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിനിയാന്നത്തെ മെസ്സേജൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം മെസ്സേജിന് റിപ്ലൈ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇന്നലെ നൈറ്റായിട്ട് എനിക്ക് തോന്നുന്നു, നൈറ്റ് സൈറ്റ് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഫുൾ ടൈം ഓൺലൈനിൽ ഇരുന്നാൽ പോലും ചിലപ്പോൾ മെസ്സേജ് കൊടുത്ത് തീർന്നെന്ന് വരില്ല. അങ്ങനെ സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി തലവേദനയാണ് വരിക. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഓരോ കാരണങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ വൈകുന്നത് കേട്ടോ. ഇത് നൈറ്റിൽ തന്നെയുള്ള ഡിസൈനിങ് ആണ്, പ്രിൻ്റ് അല്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഞാൻ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ നൈറ്റിനെ കുറിച്ചും പറയണമല്ലോ. അപ്പം മെസ്സേജ് എടുക്കാത്തതിൻ്റെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ഒരുപാട് പേര് ചീത്ത വരെ വിളിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഓരോ വിഷയമുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഈ സീസൺ ആയതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ സീസണിലാണ് എല്ലാവർക്കും കച്ചവടം ഉണ്ടാവുക, എനിക്കത് മനസ്സിലാവും. പക്ഷേ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും മെസ്സേജ് അയക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് തോന്നും എല്ലാവർക്കും മെസ്സേജ് അയക്കണം, ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നതിൻ്റെ ഓൺ ദി സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സെത്തുന്നിടത്തേക്ക് ശരീരം എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം
സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമുക്ക് കഴിയുള്ളൂ. അപ്പം ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത കസ്റ്റമേഴ്സിന് ഇതാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, ഈ കസ്റ്റമറും ഉണ്ടാവില്ല. അപ്പം ആ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇത്രയും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തർ. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ മെസ്സേജ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിപ്ലൈ തരും. നിങ്ങൾ തുടരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. എന്നാൽ പോലും ഞാൻ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാറുണ്ട്. അതിലേക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാനാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. അതുപോലെ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയാം. റീറ്റെയിൽ കച്ചവടത്തിനൊക്കെ നേരിട്ട് വരാൻ എടുത്തുള്ളവരായാലും നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. അതല്ലാതെ ഹോൾസെയിൽ റീസെല്ലേഴ്സൊന്നും ഇനിയിപ്പോൾ ഈ അടുത്ത് അതായത് പെരുന്നാളിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ നേരിട്ട് വരണം എന്നില്ല. കാരണം ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുന്ന സ്റ്റോക്കും കുറച്ച് ഷാൾ നൈറ്റിൻ്റെ സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. കാരണം നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ലോങ് എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതുപോലെ റീറ്റെയിൽ കച്ചവടമൊക്കെ റീറ്റെയിലായിട്ട് നമുക്ക് നമ്മളെ യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വരാം. അല്ലാണ്ട് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദൂരെ നിന്നും ആൾക്കാരൊക്കെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അതാണ്, സ്റ്റോക്ക് കുറവാണ്. കാരണം ഒന്നാമത് ഇപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച വരെ ഉള്ളൂ നമ്മളുടെ ഓൺലൈനിലൂടെ നമ്മൾ പെരുന്നാൾക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കൽ. അത് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾക്ക് ശേഷമുള്ളതൊക്കെ പറ്റുള്ളൂ കേട്ടോ. കാരണം പെരുന്നാൾ വരെയുള്ളത് ഈ ബുധനാഴ്ച വരെ നമ്മൾ എടുക്കുള്ളൂ. കാരണം ബുധനാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ മുന്നേ ആയിട്ട് കിട്ടണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ബുധനാഴ്ച വരെ എടുക്കുള്ളൂ. ബുധനാഴ്ച വരെ നമ്മൾ പാർസൽ അയക്കുള്ളൂ പെരുന്നാളിൻ്റെ മുന്നത്തത്. കാരണം 3 ദിവസമാണ് സാധാരണ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ സാധനം എത്തിപ്പെടാൻ സമയം എടുക്കില്ല. എന്തെങ്കിലും സൈറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിലാണ് 4 ദിവസം വരിക. അപ്പോൾ മാക്സിമം നമ്മൾ ബുധനാഴ്ച വരെ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾക്കുള്ള സാധനം എടുക്കില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾക്ക് ശേഷമുള്ള ഓർഡറൊക്കെ ആണെങ്കിൽ നമുക്ക് ബുധനാഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും പാർസൽ ചെയ്യുന്നതിന് പോകുന്നില്ല കേട്ടോ. അപ്പം എടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചു തരും. അതായത് നമ്മൾ അരീക്കോടാണ്, മലപ്പുറം അരീക്കോടാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചു തരും സാധനങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ ലോങ് ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുക. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അഡ്രസ്സൊക്കെ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് അയച്ചു തരിക, പിൻകോഡ് കറക്റ്റായിട്ട് പറഞ്ഞു തരിക കേട്ടോ. അപ്പം ഷിപ്പിംഗ് ചാർജ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് 42 രൂപ ഉണ്ടാവും. 2-3 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ. എടുത്തൊക്കെ ആണെങ്കിൽ ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടക്കേണ്ട തുകയാണ് നമ്മൾ നിങ്ങളേക്ക് നിന്ന് മേടിക്കുന്നത് 42 രൂപ. നമ്മൾ എടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ എത്തിച്ചു തരും ഫ്രീ ഷിപ്പിങ്ങിൽ. അതൊരു നൈറ്റ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ എത്തിച്ചു തരും കേട്ടോ എടുത്താണെങ്കിൽ. അപ്പം ഇപ്പോൾ ഈ നമ്മൾ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതൊക്കെ 60 ഇഞ്ചാണ് കേട്ടോ. ഞാനത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് വരെ ഞാൻ വിട്ടുപോയി. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാ. 56 ഇഞ്ചിലുള്ള ഷാൾ നൈറ്റിക്ക് റേറ്റ് വരുന്നത് 350 രൂപയാണ്. ഈ 60 ഇഞ്ച് ഷാൾ നൈറ്റിക്ക് റേറ്റ് വരുന്നത് 365 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഒരു നൈറ്റി എടുക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് മിനിമം 5 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരാം. ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയൊക്കെ കളക്ഷൻസേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചാലും നമ്മൾ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരാണ്ടിരിക്കില്ല കേട്ടോ. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയൂ കേട്ടോ. അപ്പം നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മൾ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരാണ്ടിരിക്കില്ല കേട്ടോ. ഞാനിത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റിൽ വരെ പറയുന്നുണ്ട് മെസ്സേജ് എടുത്ത് നോക്കുന്നില്ല. നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് മെസ്സേജ് എടുത്താൽ നോക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് ടൈമിങ്ങിനനുസരിച്ച് ഞാൻ മെസ്സേജ് തരും. ഇന്നലെ അയച്ച മെസ്സേജ് വരെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആവുന്നത് കേട്ടോ മെസ്സേജ് അയക്കാൻ. കാരണം ഇന്ന് അയക്കുന്ന ആൾക്കാർക്ക് പോലും നമ്മൾ ഇന്നലത്തെ മെസ്സേജ് വരെ ഇന്ന് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്നിട്ടും തീരുന്നില്ല. അതാണ് സത്യം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് പോലും മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മെസ്സേജ് റിപ്ലൈ കൊടുക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.